ഇംഗ്ലീഷിൽ ഫ്രിവലിറ്റി എന്നൊരു വാക്കുണ്ട്. ചപലത, നിസാരത, നിരുത്തരവാദപരമായ പെരുമാറ്റം, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. ടെലിവിഷന്റെ ഒരു സ്വഭാവം വെച്ച് പണ്ടൊരു നിരൂപകൻ ടെലിവിഷൻ ഇസ് എ ഫ്രിവലസ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ ഉത്തരവാദിത്വമൊന്നും കാണിക്കാത്ത ഒരു മാധ്യമമാണ് ടെലിവിഷൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. സാധാരണമായി ഓരോ മാധ്യമവും ഒന്നുകിൽ വിവരങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ വിജ്ഞാനം പകരുക, അതുമല്ലെങ്കിൽ വിനോദിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് സാധാരണമായി ചെയ്യുന്നത്. മിക്കപ്പോഴും കാര്യങ്ങൾ അറിയിക്കുന്നതിനും വിജ്ഞാനം പകരുന്നതിനും മുൻതൂക്കം നൽകുകയാണ് പതിവ്. എന്നാൽ ഈ മുൻതൂക്കമൊക്കെ മാറ്റിയിട്ട് എല്ലാം അങ്ങ് വിനോദത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുമ്പോഴാണ് ചില മാധ്യമങ്ങൾ ഫ്രിവലസ് ആയി പോകുന്നത്. വിനോദത്തിന്റെ പേരിൽ പല പല കാര്യങ്ങൾ കാട്ടിക്കാട്ടി ഒടുവിൽ വിനോദത്തിൽ ഒട്ടും വിനോദമില്ലാത്ത രീതിയിൽ താഴേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോഴൊക്കെയാണ് ഫ്രിവലിറ്റി എന്ന പദം ശരിക്കും ചേരുന്നത്. ടെലിവിഷൻ ഒരു ഫ്രിവലസ് മീഡിയമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പത്രത്തെക്കുറിച്ച് അധികമാരും അങ്ങനെ പറയാറില്ല. പക്ഷെ ചില കാലങ്ങളിൽ ചില പത്രങ്ങൾക്ക് ഒരു അസുഖമുണ്ട്. ഇടയ്ക്കിടെ ഒരു ഫ്രിവലിറ്റി കാണിക്കും, ഒരു ചപലത, ഒരു നിസ്സാരത കാണിക്കുന്ന ഒരു പതിവുണ്ട്. വല്ലപ്പോഴും കാണിച്ചാൽ മനസ്സിലാക്കാം, ചില പ്രധാന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രിവലസ് ആയേ അടങ്ങൂ എന്ന് ചിലർക്ക് ശാഠ്യമുള്ളതുപോലെ തോന്നും. ഇക്കാര്യം ഈയിടെ ഓർമ്മ വന്നത് ബജറ്റ് അവതരണത്തിന്റെ അടുത്ത ദിവസമാണ്. സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നറിയാനായി പത്രം തുറക്കുമ്പോഴുണ്ട് ഒരു പത്രത്തിൽ ആകെ ഒരു ബഹളം. ജിം ഭും ഭ എന്നൊരു ബഹളം. അതായത് വയോജനങ്ങൾക്ക് ജിം, ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് വിചാരിച്ചത് നടന്നില്ല, അതിന് ഭും എന്ന് പറയുന്നു. നികുതി ഭാരത്തിന്റെ ഭ ചേർത്തിട്ടാണ് അടുത്ത ഭ എന്നൊരു അക്ഷരമിട്ടിരിക്കുന്നത്. മൊത്തത്തിലൊരു ബഹളം കാണുമ്പോൾ നമുക്ക് തോന്നും, ചിലരെങ്കിലും ഇത് കണ്ടിട്ട് ഭ എന്ന് പറയാറില്ലേ എന്ന്. ഈ ജിമ്മും ഭാരവും ഒക്കെ മിക്ക പത്രങ്ങളിലും ബജറ്റ് വാർത്തകളിൽ കണ്ടിരുന്നു. ഒരിടത്ത് തുടരും സ്വപ്നഭാരം എന്ന് കണ്ടു, കുറയും കടഭാരം എന്നും ഒരു പത്രത്തിൽ കണ്ടിരുന്നു. ബജറ്റിനെ ഒരു തമാശ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ടാവാം ഒരു പത്രം ബജറ്റ് ട്രിക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ബജറ്റിലെ ചില ട്രിക്കുകൾ, ചെപ്പടി വിദ്യകൾ എന്നുള്ള മട്ടിൽ. നികുതി ഭാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പത്രം പറയുന്നു ഭാരം തന്നെ, വായ്പാ ഭാരം കുറയുമെന്നും ആ പത്രം എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലാ പത്രത്തിലും ഇതല്ലായിരുന്നു സ്ഥിതി. ക്ഷേമത്തിന് മേലെ നിക്ഷേപമെന്നും വികസന കേരളം എന്നുമൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു. വികസിത കേരളത്തിന്റെ ഉറച്ച ചുവടുവയ്പ് എന്ന് ഒരു പത്രം ബജറ്റിനെ വിശേഷിപ്പിച്ചു. നിശ്വാസം എന്ന ഒറ്റ വാക്കുകൊണ്ട് ബജറ്റിനെ വിശേഷിപ്പിച്ച ഒരു പത്രവുമുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പത്രം പോസിറ്റീവ് വൈബ്സ് ഓൺലി എന്നാണ് എഴുതിയിരുന്നത്. മറ്റൊരു പത്രമാകട്ടെ നോ ബിഗ് ടിക്കറ്റ് ഷോപ്സ്, പുഷ് ഫോർ ഇൻഫ്രാ ഇക്കണോമിക് ഗ്രോത്ത് എന്ന്. അതായത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തെ ഗുണാത്മകമായ രീതിയിൽ വിവരിക്കാൻ ഇഷ്ടംപോലെ മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ നല്ല സമയം നോക്കി ഭൂകമ്പത്തെ പോലെ ബഹളമുണ്ടാക്കി തലക്കെട്ടുണ്ടാക്കിയിട്ട് അത് നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്നത്? സാങ്കേതിക വിദ്യ വളർന്നതോടെ വിവർത്തനം ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ഒന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു സന്തോഷ വാർത്ത. എന്നാൽ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിവർത്തനത്തിൽ എന്തൊക്കെ തെറ്റുകൾ വരുമെന്ന് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടെന്നറിയില്ല. കഴിഞ്ഞ ദിവസം ശങ്കര സ്മൃതിയെക്കുറിച്ച് ഡോക്ടർ TK ആനന്ദി നടത്തിയ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ശങ്കര സ്മൃതി എന്ന മഹാനരകത്തിനെതിരെ പോരാടിയ നമ്പൂരി സ്ത്രീകൾ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തൊട്ടു താഴെ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും വന്നിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ഞെട്ടൽ ഉണ്ടാകുന്നത്. അവിടെ പറയുന്നത് നമ്പൂതിരി വിമൻ ഹു ഫോട്ട് അഗൈൻസ്റ്റ് ബീസ്റ്റ് ശങ്കര സ്മൃതി എന്നാണ്. എന്നിട്ട് ഡോക്ടർ TK ആനന്ദി എന്നതിനെയും കൂടെ വിവർത്തനം ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ TK ബി ഹാപ്പി എന്ന്. പത്രങ്ങളിൽ അച്ചടിപ്പിച്ചക്ക് താരതമ്യേന കുറഞ്ഞു വരുന്നൊരു കാലമാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു പത്രത്തിൽ വിചിത്രമായ ഒരു എഴുത്ത് കണ്ടു. നടത്തിയ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആ നായ്ക്ക് പകരം വി എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് അവിടെ പതിഞ്ഞത്. വിടർത്തിയ എന്നോ മറ്റോ വായിക്കും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും. പതിവായ ഉപയോഗത്തിലൂടെ ചില തെറ്റായ പ്രയോഗങ്ങൾക്ക് ശരിരൂപം കൈവരുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ആദരം എന്ന വാക്കിനെ ആദരവെന്ന് തെറ്റിച്ച് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ശീലം. അതുപോലെ പല വാക്കുകളുമുണ്ട്. ഇംഗ്ലീഷിൽ കമ്മിറ്റ്മെന്റ് എന്ന വാക്കിന് മലയാളമായി നമ്മൾ പലപ്പോഴും പറയുന്നത് പ്രതിബദ്ധത എന്നാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റിന് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയും. എന്നാൽ പ്രതിബദ്ധ എന്നതിനർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. വിരോധിക്കപ്പെട്ട, ചേർത്ത് കെട്ടിയ എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രതിബദ്ധ എന്നതിന് ഉള്ളത്. അപ്പോൾ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഒട്ടുമല്ല. അവിടെ വരേണ്ടത്
പ്രതിജ്ഞാബദ്ധതയാണ്. സാമൂഹിക പ്രതിജ്ഞാബദ്ധതയാണ് ശരിയെന്നിരിക്കെ അതിനെ തെറ്റിച്ചേ പറയൂവെന്ന് ചില ആളുകൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. മാധ്യമ പരിസരങ്ങളിലേക്ക് തുറന്നുവെക്കപ്പെട്ട മാധ്യമ ജാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.